ഹായ് ഓൾ, എല്ലാവർക്കും ഫിലിം ഫാൻസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടർബോ മൂവിയെക്കുറിച്ചാണ്. മമ്മൂക്കയുടെ ടർബോ മൂവി. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും ഹൈപ്പ് ലഭിച്ചൊരു പടമാണ് ടർബോ. ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പടം. കൂടാതെ ഈ പടത്തിന് ഏറ്റവും വലിയൊരു ആകാംക്ഷ എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ മാസ് പടം എന്ന രീതിയിൽ ഉള്ള ലേബൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പടത്തിനെ ആളുകൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടെ വെയിറ്റ് ചെയ്തു വരുന്നത്. കാരണം കഴിഞ്ഞ ഈ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടമാണ് ഈ നമ്മുടെ ടർബോ എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 പടങ്ങളും വ്യത്യസ്ത ജോണറുകളായിരുന്നെങ്കിലും മാസ് ഒരു ആക്ഷൻ പാക്ഡ് മൂവി ഇതുവരെയും മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെയും പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ മലയാള സിനിമയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാസ് ആക്ഷൻ, മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വരുന്ന മാസ് ആക്ഷൻ മൂവി എങ്ങനെയുണ്ടായിരിക്കും എന്ന വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഏതൊരു പ്രേക്ഷകനെയും സിനിമാ നിരൂപകരും മലയാള സിനിമ ഇൻഡസ്ട്രി മൊത്തം നോക്കിക്കണ്ട ഒരു പ്രോജക്റ്റായിരുന്നു ടർബോ. സിനിമയിലേക്ക് വരുമ്പോൾ ഈ കഥയിൽ യാതൊരുവിധ പുതുമയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ മേക്കിംഗ് അതൊരു ഡിഫറെൻ്റ് ലെവലിലാണ്. മലയാള സിനിമയിലെ ആക്ഷൻ സിനിമകളിലെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്ത മേക്കിംഗ് വൈശാഖിന് ഇതിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പുതുമയും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ജോണറുകളും അദ്ദേഹം ത്രില്ലർ ചെയ്തു, കോമഡി, ഫൺ, എൻ്റർടൈനർ എല്ലാം ചെയ്തു. മാസിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിടിച്ചിട്ട്, തെലുങ്ക്, തമിഴ് ആ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടുള്ള അതെങ്ങനെ മലയാളത്തിൽ എക്സിക്യൂട്ട് ചെയ്താൽ എങ്ങനെയിരിക്കും, ആ ഒരു സ്ക്രീൻ പ്ലേ അത് വല്ലാതെ ഒരു എക്സ്പെരിമെൻ്റൽ അറ്റംപ്റ്റ് പോലെ തോന്നി. കാരണം മലയാളത്തിൽ ഇന്നേ വരെ ഇങ്ങനെയൊരു മാസ് ആക്ഷൻ ഫിലിം ഇറങ്ങിയിട്ടില്ല. നമ്മൾ മറ്റു ഇൻഡസ്ട്രിയിൽ കണ്ട് ശീലിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നായകൻ, ഒരു നാട്ടുമ്പുറത്തുള്ള നായകൻ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെത്തി അവിടെ ഒരു ഹോൾഡുള്ള ഒരു കോർപ്പറേറ്റോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഡോണുമായിട്ടൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. നായകനും നായകൻ്റെ കൂടെയുള്ളവരും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഒരുപാട് മറ്റു ഇൻഡസ്ട്രിയിലെ സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ അത്തരം ഒരു പാറ്റേൺ ഇതുവരെയും ആരും ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടർബോ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു കാര്യത്തിലാണ്. കാരണം മാസ് ആക്ഷൻ ഫിലിം എന്നത് ലേബലിൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആയിട്ട് എനിക്ക് തോന്നി. കാരണം മേക്കിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, എല്ലാനും ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. പക്ഷേ കഥയുടെ കോർ നമ്മൾ കണ്ട് ശീലിച്ച സ്ഥിരം ക്ലീശകൾ പലതും പ്രഡിക്റ്റബിൾ ആയിരുന്നു. നമുക്ക് നായകൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയിരുന്നു. കാരണം കഥാപാത്രത്തെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് ഉറപ്പായിരുന്നു ടർബോ ജോസിനെ കൊണ്ട് ഇങ്ങനെ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നൊരു കേസായിരുന്നു. ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന രീതിയിലാണ് ഫിലിം ഫാൻസ് മീഡിയക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു പക്ക തിയേറ്റർ മെറ്റീരിയലാണ്. കാരണം തിയേറ്ററിൽ തന്നെ ഈ പടം കണ്ട് നമ്മൾ ആസ്വദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതിൻ്റെ മേക്കിംഗ്, പല ഷോട്ടുകളുടെ മേക്കിംഗ് രീതികളായാലും എല്ലാനും വളരെ മലയാള സിനിമയിൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത പല രീതിയിലുള്ള ഷോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊക്കെ തിയേറ്റർ മസ്റ്റ് വാച്ചാണ് പടം ഡിമാൻഡ് ചെയ്യുന്നത്. നമുക്ക് OTT-യിൽ കണ്ടാൽ നമുക്ക് ഇത്ര ഫീൽ ലഭിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം പടത്തെ മൊത്തം ബിൽഡ് ചെയ്തിരിക്കുന്ന, മേക്കിംഗ് ചെയ്തിരിക്കുന്ന രീതി പക്ക തിയേറ്റർ മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടിയിരിക്കുന്നു. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ടർബോ എന്ന് പറയുന്നത്. പടത്തിനെ മറ്റു
ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ പെർഫോമൻസ്, ഓഫ് കോഴ്സ് നമ്മുടെ മമ്മൂക്ക അഴിഞ്ഞാടുകയാണ്. ഒരു വൺ മാൻ ഷോ എന്ന രീതിയിൽ തന്നെയാണ് മമ്മൂക്കയുടെ ഈ ഒരു കഥാപാത്രം പടം ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വളരെ വളരെ ആ ഒരു കഥാപാത്രം ആ ഒരു സ്റ്റേബിലിറ്റി നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു മാസ് എല്ലാം ഒരേ കൺസിസ്റ്റൻസി നിലനിർത്തിയിട്ടുണ്ട്. അതിന് മിഥുൻ മാനുവലിനൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം ഒരു സ്ഥലത്തും ആ കഥാപാത്രം ഡൗൺ ആകാതെ മിഥുൻ മാനുവൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പടത്തിലെ മറ്റു പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അഞ്ജന ജയപ്രകാശ്, നായിക അഭിനയിച്ച അഞ്ജന ജയപ്രകാശ് മമ്മൂട്ടിയോടൊപ്പം ത്രൂ ഔട്ടുള്ള ക്യാരക്ടറാണ്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഈ കഥാപാത്രത്തിലൂടെയാണ് കഥ നീങ്ങുന്നത്. പിന്നെ വരുന്നതാണ് നമ്മളെ ശബരീഷിൻ്റെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഇൻ്റർവെൽ വരെയാണ് ശബരീഷിൻ്റെ റോൾ ഉള്ളതെങ്കിലും വളരെ കഥാഗതിയെ നിയന്ത്രിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയാം. നമ്മുടെ കഥയിലെ മെയിൻ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ശബരീഷ് വർമ്മയുടെ കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന ദിലീഷ് പോത്തൻ കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു പോർഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അനദർ വൺ എടുത്തു പറയേണ്ട കേസ് ബിന്ദു പണിക്കർ മമ്മൂട്ടി കോംബോ, ആ ഒരു അമ്മ മകൻ കോംബോ എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവരുടെ ഒരു ബോണ്ടിങ്, ഇറ്റ്സ് അമേസിങ്. ആ ഒരു ബോണ്ടിങ്, ആ ഒരു അമ്മ മകൻ കോംബോ പലപ്പോഴും ആ ഒരു ബോണ്ടിങ് വെച്ച് പോകുമ്പോൾ നമ്മൾ ക്ലൈമാക്സ് ചിലപ്പോൾ മറ്റു പലതും പ്രതീക്ഷിക്കാം. ആ ഒരു അങ്ങനെ ഒരു ഇമോഷനിലേക്ക് പോകുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പക്ഷെ കഥ മറ്റു രീതി പിന്നീട് നായികയുടെ കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ലീശേ വരുമെന്ന് വിചാരിച്ചു. ആ അമ്മയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ സ്ഥിരം പാറ്റേണിലുള്ളതാണ് അമ്മ മകൻ കോംബോ, അമ്മയുടെ ഒരു മരണശേഷം മകൻ്റെ പ്രതി ആ ഒരു തലത്തിലേക്കൊക്കെ എത്തുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇല്ല, നമുക്ക് കഥ പോയത് വേറെ വഴിക്കാണ്. അതിന് മിഥുൻ മാനുവൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം നായികയിലൂടെയാണ് ആ കഥയും പോയിരിക്കുന്നത്. അത് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഐഡിയ. സോ ഈ ഒരു പടത്തിനെ ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കുന്നത് പടത്തിൻ്റെ അവസാനത്തെ ഒരു 30 മിനിറ്റ് പടം ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, ട്രെയിലറൊക്കെ നമുക്ക് കണ്ടുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, ആ ഒരു ഫൈറ്റിന് ശേഷം പടത്തിൻ്റെ റേഞ്ച് വേറെ ലെവലിലേക്കാണ് പോകുന്നത്. കാരണം പിന്നീട് മുതൽ പടം ഫാസ്റ്റ് ആവുകയാണ്. അതുവരെയും ഫാസ്റ്റ് ആണെന്നെങ്കിലും പിന്നീട് ഒരു ടോപ്പ് ഗിയറിലിട്ട് പോകുന്ന പോലെയാണ് ആ ഒരു ഫ്ലോയിൽ പിന്നെ പടം പോകുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റ് തീരുന്നത് വരെ നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു പ്രേക്ഷകനൊരു സീറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു പലതും. കാരണം വൈശാഖിൻ്റെ പ്രീവിയസ് പുലിമുരുകനിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, വില്ലൻ വരുന്നു, വില്ലൻ്റെ കുറേ സഹായികൾ, പല കരാട്ടോ കുംഫു അങ്ങനെ മിക്സ് ചെയ്ത് പല ടൈപ്പ് കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചതാണ്. അത് മമ്മൂക്കയിലൂടെ ചെയ്യുമ്പോൾ അതും മറ്റൊരു എൻവിറോൺമെൻറ്റിലാകുമ്പോൾ നമുക്ക് ആ ഒരു പുതുമയുണ്ടെങ്കിലും അതിൻ്റെ കോർ എല്ലാം വൈശാഖിൻ്റെ സ്ഥിരം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ യാതൊരുവിധ മാറ്റങ്ങളും വൈശാഖ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. പിന്നീട് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി അമേസിങ്. പടം ഈ ഒരു ലെവൽ ആവറേജ് പടത്തിനെ എബോവ് ആവറേജ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെന്നും ക്രിസ്റ്റോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് സൂപ്പർബ്. പ്രമേയത്തിൽ നമ്മൾ കണ്ടതാണ്. പ്രമേയത്തിൽ പക്ഷേ മറ്റൊരു ജേണർ ആയതുകൊണ്ട് ആ ഒരു ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമുക്ക് ലഭിച്ചത്. ഇതിലേക്ക് വരുമ്പോൾ പല ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് വളരെ നല്ല രീതിയിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. സോ ഫിലിം ഫാൻസ് മീഡിയ അഭിപ്രായത്തിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ് ടർബോ എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ടർബോ. ഈ വെക്കേഷൻ സമയമൊക്കെ ഈ വീക്കെൻഡിലൊക്കെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ടർബോ മൂവി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.
കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.